ഗോപിക, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ, അതായത് രാജേന്ദ്രൻ പന്തളം പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ പറയുന്നുണ്ട്, ഈ വിദ്യാർത്ഥികൾ വലിയ തരത്തിലുള്ള ആക്രമണം നടത്തിയല്ലേ, പോലീസുകാരുടെ തലയിൽ തല്ലി പൊളിച്ചില്ലേ, ഞങ്ങളാരും കണ്ടില്ല. ഈ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഗോപിക അടക്കമുള്ള SFIയുടെ നേതാക്കൾ, ഇടത് വിദ്യാർത്ഥി നേതാക്കൾ അവിടെ തന്നെയുണ്ട്. എങ്ങനെയായിരുന്നു? സമാധാനപരമായിരുന്നില്ലേ ഈ സമരം? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ CJP-ക്കാർ, മറ്റേതെങ്കിലും സംഘടനകൾ ഈ പോലീസിന് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയോ? നോക്കൂ, ഈ മാർച്ചിൻ്റെ കോള്, സൺസെറ്റ് ചലോ മാർച്ചിൻ്റെ കോള് കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു വിദ്യാർത്ഥികൾ ഡൽഹിയിൽ എത്തിച്ചേർന്നത്. ആ ഒരു കൂട്ടത്തെ തടയാൻ വേണ്ടി അന്ന് രാവിലെ തന്നെ, പുലർച്ചെ തന്നെ മെട്രോകൾ റദ്ദാക്കേണ്ട ഒരു അവസ്ഥ ഡൽഹി പോലീസിനും ഡൽഹി ഗവൺമെൻറ്റിനും വന്നു. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലും ഗേറ്റ്സ് രാവിലെ പുലർച്ചെ 2:30 തൊട്ട് തന്നെ ബ്ലോക്ക് ചെയ്യാൻ, ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റും ബ്ലോക്ക് ചെയ്യാൻ ഡൽഹി പോലീസിൻ്റെ ശ്രമം നടന്നു. അതുമാത്രമല്ല, 2ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നടന്നാൽ അവരുടെ ID കാർഡ് ചെക്ക് ചെയ്യുക, അവരുടെ മൊബൈലിൽ നോക്കുക ഇവരെവിടെ എത്തിച്ചേരാനാണ് പോകുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു സർവെയിലൻസ് സിസ്റ്റമായിരുന്നു സൺസെറ്റ് ചലോ മാർച്ചിന് മുമ്പ് ഡൽഹി പോലീസും ഇവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയും നടപ്പിലാക്കിയത്. അതിനൊക്കെ മറികടന്നിട്ടാണ് ഇത്ര അധികം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സൺസെറ്റ് ചലോ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി ജന്തർ മന്ദറിൽ എത്തിച്ചേർന്നത്. ആ എത്തിച്ചേർന്ന ഇടവേളയിലാണ് ജന്തർ മന്ദറിൻ്റെ 2 സൈഡും വലിയ ബാരിക്കേഡ്, ഭയങ്കര ഹൈറ്റിലുള്ള ബാരിക്കേഡ് വെച്ച് തടയാൻ പോലീസ് വെൽഡ് ചെയ്തുകൊണ്ടുള്ള ബാരിക്കേഡാണ് അവിടെ കൊണ്ടുവച്ചത്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റാമ്പീഡ് ലൈക്ക് സിറ്റുവേഷനാണ് ജന്തർ മന്ദറിൽ ഉണ്ടായത്. മാർച്ചിന് തൊട്ടു മുമ്പ് തന്നെ കുഴഞ്ഞു വീഴുന്ന പല അധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ ഒരു മാർച്ച് തുടങ്ങിയ സമയത്ത് തന്നെ തിക്കിലും തിരക്കിലും വീണ കുറേ വിദ്യാർത്ഥികളെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാർച്ച് തുടങ്ങിയപ്പോൾ ഈ ബാരിക്കേഡുകളെ മറികടന്നുകൊണ്ടാണ് ഈ സ്റ്റാമ്പീഡിനെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. ആ ഒരു ബാരിക്കേഡിനെ മറികടക്കുക, അത് ഓരോ സമരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ബാരിക്കേഡിനെ തടഞ്ഞു നമ്മൾ. വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടന്ന് സ്ട്രീറ്റ്സിലെത്തിയപ്പോൾ അവിടെ കാണുന്നത്, ഞാൻ ഒരു മാർച്ചിൻ്റെ പാർലമെൻറ്റ് സ്ട്രീറ്റിൻ്റെ സൈഡിൽ പോയ മാർച്ചിൻ്റെ ഫ്രണ്ട് റോയിൽ തന്നെ SFIയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. SFIയുടെ 4 വനിതാ കോമ്രേഡ്സ് ആയിരുന്നു. ഞാൻ, കോമ്രേഡ് ശരണ്യ, സഖി, കോമ്രേഡ് യഷിത. അവിടെ നമ്മൾ കാണുന്നത് അൺപ്രൊവോക്ഡ് ആയിട്ടാണ് ദില്ലി പോലീസ് ആണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. കാരണം അവരുടെ കയ്യിൽ എല്ലാവിധ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ലാഠി ഉണ്ടായിരുന്നു, അവരുടെ ഷൂ എല്ലാം പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ യൂണിഫോം മാത്രം അവർ ധരിക്കാൻ മറന്നുപോയി. അവരുടെ നെയിം പ്ലേറ്റ്, ഇപ്പോൾ പുതിയ പുറത്ത് വന്ന വീഡിയോയിൽ നെയിം പ്ലേറ്റ് ചൂട് കാരണമാണ് നമ്മൾ അഴിച്ചു വെച്ചതെന്നാണ് പല ദില്ലി പോലീസും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ മെമ്പേഴ്സും പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ്സിൽ കണ്ടത് പൂർണ്ണ തരത്തിലും ഒരു ഗുഡൈസം തന്നെയായിരുന്നു. അത് ദില്ലി പോലീസ് ആണോ അല്ലേ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ചോദിക്കാൻ ചെന്നപ്പോൾ, എന്തുകൊണ്ട് നിങ്ങൾ വനിതാ പ്രവർത്തകരെ, വനിതാ പ്രൊട്ടസ്റ്റേഴ്സിനെ അൺപ്രൊവോക്ഡ് ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ലാത്തി വീശി എന്ന് ചോദിക്കാൻ ചെന്ന 4 SFI വനിതാ പ്രവർത്തകരെയാണ് ഈ ദില്ലി പോലീസ് അൺപ്രൊവോക്ഡ് ആയിട്ട് ഡീറ്റെയിൻ ചെയ്ത് പാർലമെൻറ്റ് സ്ട്രീറ്റിൽ കൊണ്ടുപോയത്. അവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ ഡീറ്റെയിൻ ആയി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തല പൊട്ടി, അവരുടെ ഹെഡ് ഇഞ്ചുറി വന്നിട്ട് പല അധികം വിദ്യാർത്ഥികൾ ബ്ലീഡ് ചെയ്തുകൊണ്ടാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ വന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ പല വിമൻ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെയും വസ്ത്രം കീറി വലിച്ച് ദില്ലി പോലീസിനെ കാണുന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അവർക്ക് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനോ ആ ഒരു ഗവൺമെൻറ്റിന്, ആ ഒരു ഡൽഹി പോലീസിനോ അവിടെ ചാർജുള്ള ഒരു പോലീസ് ഓഫീസേഴ്സിനോ ഒരു മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ലോയേഴ്സും ബാക്കി പ്രൊട്ടസ്റ്റേഴ്സും നമ്മൾ SFIയുടെ പ്രവർത്തകരും ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ പുച്ഛിച്ച് തള്ളുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഡൽഹി പോലീസിന് ഉണ്ടായത്. അപ്പോൾ ഡൽഹി പോലീസിനെ ഒരു വർക്കേഴ്സ് ആയിട്ട് കണക്കാക്കിയിട്ട് അവരുടെ വീട്ടിലും കുടുംബമില്ലേ, അവരുടെ കുടുംബത്തിലും വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് ലോജിക്, ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് ആർഗ്യുമെൻറ്റ് ടു പ്ലേസ്. ബിക്കോസ് police at the end of the day works as an apparatus of the state.
ഈ സ്റ്റേറ്റ്, ഡൽഹിയിലെ സ്റ്റേറ്റും സെൻട്രൽ സ്റ്റേറ്റും ഇസ് എ ഡബിൾ എൻജിൻ ഗവൺമെൻറ് ദാറ്റ് ഇസ് റണ്ണിങ് ഇൻ ഡൽഹി റൈറ്റ് നൗ. ആ ഡബിൾ എൻജിൻ ഗവൺമെൻറ്റിൻ്റെ, ആ ന്യൂ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രൂട്ടൽ അപ്പാരറ്റസ് തന്നെയാണ് ഡൽഹി പോലീസ്. അവരൊരു വർക്കേഴ്സായിട്ട് കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദേ ആർ unconsciously they have been injected with the same ideology that the state has. അവർ വെറും പപ്പറ്റ്സ് പോലെ, വെറും എന്ത് ആദേശമാണ് അവർക്ക് കിട്ടിയത് ആ ഒരു ഓർഡേഴ്സ് ഫോളോ ചെയ്യണ പപ്പറ്റ്സ് മാത്രമായിട്ടാണ് സ്ട്രീറ്റ്സിൽ വന്നത്. കംപ്ലീറ്റ്ലി അൺപ്രൊവോക്ഡ് ആയിട്ടായിരുന്നു ഓരോ അറ്റാക്കും അവർ ചെയ്തത്. പല അധികം വീഡിയോസ് വന്നിട്ടുണ്ട്. പെൺകുട്ടികളെ ലാത്തി വെച്ച് കുത്തുക, കംപ്ലീറ്റ്ലി അൺപ്രൊവോക്ഡ് ആയിട്ട്. അതുപോലെ തന്നെ അവരുടെ വസ്ത്രം വലിച്ചു കീറുക. അതുപോലെ തന്നെ ഞാൻ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയാണ് ആ പോലീസുകാരൻ്റെ കൈ, എൻ്റെ അടുത്ത് നിന്ന് വിദ്യാർത്ഥിയുടെ എവിടെയാണ് ആ കൈ അയാൾ കൊണ്ടുവയ്ക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. സെക്ഷുവൽ ഹാരസ്മെൻറ്റ് വരെയാണ് പ്രൊട്ടസ്റ്റേഴ്സ് നേരിടേണ്ടി വന്നത്. ഈ പോലീസ് വർ നോട്ട് പോലീസ്, ഗുണ്ടായിസമാണ് സ്ട്രീറ്റ്സിൽ നടന്നത്. ആ ഒരു പോലീസിന് നമുക്ക് ഒരിക്കലും അവരുടെ ഓരോ ആക്ഷൻസിനും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ്റെ അപ്പുറത്താണ് അവരുടെ ബ്രൂട്ടാലിറ്റി.